ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി. പ്രതി സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് തെളിവുകൾ കണ്ടെത്തിയത്. ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് കത്തി, ചുറ്റിക തുടങ്ങിയ ആയുധങ്ങളാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി അമിഷ പ്രദീപ് ചേരുന്നുണ്ട്. അമിഷ, സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്നും നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. കത്തി, ചുറ്റിക, ഒപ്പം തന്നെ ഡീസൽ അടങ്ങിയ കന്നാസ് അടക്കം കണ്ടെത്തിയിരുന്നു. ഇത് ഡീസൽ വാങ്ങാനായി ഉപയോഗിച്ചതാണ് എന്ന് സെബാസ്റ്റ്യൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ഏറ്റവും നിർണായകമായ തെളിവുകൾ തന്നെയാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് ഈ തെളിവുകളെല്ലാം തന്നെ കണ്ടെത്താനായി കഴിഞ്ഞത്. പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനകത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താനായി കഴിഞ്ഞിരിക്കുന്നത്. കത്തി, ചുറ്റിക, അതുപോലെ തന്നെ ഡീസൽ, കന്നാസ്, പിന്നെ ഒരു പേഴ്സ് എന്നിവയാണ് ഈ കാറിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഈ കന്നാസ് ഡീസൽ വാങ്ങുന്നതിനായി വാങ്ങിയതാണെന്ന് സെബാസ്റ്റ്യൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു കേസിൽ സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നില്ല ആദ്യഘട്ടത്തിൽ. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള മറുപടികളെല്ലാം തന്നെ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ടെടുത്ത കന്നാസ് ഡീസൽ വാങ്ങുന്നതിനായി വാങ്ങിയതാണ് എന്നെല്ലാം പ്രതി സമ്മതിച്ചിട്ടുണ്ട്. വളരെയധികം നിർണായകമായ ഒരു തെളിവുകൾ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇതെല്ലാം എങ്ങനെ അവിടെ എത്തി എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പിന്നെ ഈ കണ്ടെത്തിയ പേഴ്സ് ആരുടേതാണ് എന്നെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തിലെല്ലാം ഒരു കൃത്യമായ ഒരു ധാരണ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ചോദ്യം ചെയ്യലിൽ നിന്നും ഒരു അന്വേഷണത്തോട് പ്രതി അത്രയധികം സഹകരിച്ചിരുന്നില്ല. എന്നാൽ കൂടി ഈ തെളിവുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ഇതെന്തിനാണ് ഉപയോഗിച്ചതെന്ന്, കന്നാസ് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് പ്രതി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മറ്റു ആയുധങ്ങൾ എങ്ങനെയാണ് വന്നത്, ആരാണ് അവിടെ എത്തിച്ചത് എന്നുള്ള കാര്യത്തിലൊന്നും, ആ ഒരു ചോദ്യം ചെയ്യലിലൊന്നും പ്രതി ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഉള്ള തെളിവുകളാണ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ മറ്റ് 2 സ്ത്രീകളുടെ തിരോധാന കേസുകളുണ്ട്. ആ ഒരു തിരോധാനങ്ങളൊന്നും ഈ ഒരു അന്വേഷണവുമായി ബന്ധിപ്പിച്ചിട്ടില്ല നിലവിൽ ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളാണ് ആ കേസുമായുള്ള അന്വേഷണത്തെ തുടർന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഒരു നിർണായക തെളിവുകൾ കണ്ടെത്താനായിട്ടുള്ളത്. ഇന്നലെ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതാണ്. ഈ ഒരു തെളിവ് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ കസ്റ്റഡി കാലാവധി 7 ദിവസത്തേക്കും കൂടി നീട്ടി വാങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇനി ഒരു 7 ദിവസവും കൂടി പ്രതി കസ്റ്റഡിയിലായിരിക്കും, ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായിരിക്കും. കോട്ടയം ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. ഇന്നലെയാണ് പ്രതിയുടെ കസ്റ്റഡി കാലാവധി തീർന്നത്. എന്നാൽ ഈ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ തന്നെയായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം. അതിനുള്ള തീവ്ര പരിശ്രമത്തിൽ തന്നെയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് തെളിവുകൾ ശേഖരിക്കാനായി ക്രൈംബ്രാഞ്ചിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോഴേക്കും വീണ്ടും ഒരു 7 ദിവസത്തേക്കും കൂടി പ്രതിയെ കസ്റ്റഡിയിലേക്ക് വാങ്ങാനായി ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടുണ്ട്. വൃന്ദ, ശരി, വ്യക്തമാണ്. അമിഷ പ്രദീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്.